ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അവിടുന്ന് നിങ്ങളുടെ ഉദ്യമങ്ങളിൽ നിങ്ങൾക്ക് മുന്നേ പോയി എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ദിവസമാണ്. അവിടുന്ന് ഇന്ന് നിനക്ക് വിജയം നൽകും. അവിടുന്ന് നമ്മുടെ മുന്നിലും പിന്നിലുമായി നമുക്ക് കാവലുണ്ടായിരിക്കും. ശത്രുകരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും അറിയാതെ പറ്റുന്ന നഷ്ടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്യും. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറാൻ ഈ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി നൽകും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഏത് വിഷയവും ദൈവം ഏറ്റെടുക്കുന്നു. നിങ്ങൾ അവിശ്വസിക്കാതെ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് വരെ ഞാൻ നടത്തിയ ഓരോ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് എനിക്ക് ഉത്തരം നൽകിയിരിക്കും എന്ന ഒരു വിശ്വാസം കൂടുതൽ പ്രാർത്ഥിക്കാനായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഓരോ ദിവസവും ഓരോ രാത്രിയും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്നും തന്നെ വൃഥാവിലാവുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകിയിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കാൻ ഈ പ്രാർത്ഥന ഒരു ഉപാധിയായിട്ടുണ്ട്. പലതവണ കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനാൽ ഓരോ പ്രാർത്ഥനയിലും വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ്റെ മുന്നിലാണ്, എന്നെ സഹായിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം കൂടുതൽ പ്രാർത്ഥിക്കാനായി, മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കാൻ, സന്തോഷത്തോടെ പ്രാർത്ഥനയുടെ സമയം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാൽ ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം. ഇന്ന് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോർജ് ഡാലു എന്ന ഒരു മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ആയുരാരോഗ്യ സൗഖ്യം നൽകി, സമാധാനവും സന്തോഷവും ഉയർച്ചയും നൽകി, ജീവിതത്തിന് ലക്ഷ്യം നൽകി ആ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ കരുതുന്നവനാണ്. നിങ്ങളുടെ ഓരോ ദുഃഖവും വേദനയും അവിടുന്ന് അറിയുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ, അവിടുത്തെ സൗഖ്യം അനുഭവിക്കാൻ, നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തെ തിരുവചനം ശ്രവിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അനേകർക്ക് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ രാവിലെയും രാത്രിയിലത്തെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകർ ദൈവത്തെ അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ അവർക്കുണ്ടാകുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഇതൊരു ശുശ്രൂഷയായി കണ്ട് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയും രാവിലെ പ്രാർത്ഥനയും തീർച്ചയായും നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും.
ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ഉറക്കം ഉണർത്തി എഴുന്നേൽപ്പിച്ചു. ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കാതുകൾ ഓരോ പ്രാവശ്യവും ഞങ്ങളെ ശ്രവിച്ചിരിക്കുന്നു. കർത്താവെ, എപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സ് കലങ്ങി അങ്ങയെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പെട്ടെന്ന് തന്നെ അവിടുന്ന് സഹായമയച്ച് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ ഹൃദയം പരിശോധിക്കുന്ന ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, ഞങ്ങളുടെ ഭവനത്തെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഇന്ന് ഞങ്ങളുടെ എല്ലാ ജോലികളെ, ബിസിനസ്സിനെ, പ്രവർത്തനങ്ങളെ, ഇന്ന് ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളെയും, ഞങ്ങളുടെ ചിന്തകളെ എല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ സമ്പത്തിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾക്കുള്ള സകലതും, ഞങ്ങളുടെ ആരോഗ്യത്തെ, രോഗത്തെ എല്ലാം അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, എല്ലാ അബദ്ധങ്ങളിൽ നിന്നും, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് കാവലായിരുന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങൾക്ക് ജ്ഞാനം പകർന്നു തരണമേ. കർത്താവേ, ഇന്ന് അവിടുന്ന് നൽകിയ ഈ സമയത്തെ, ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തെ, ഞങ്ങൾക്ക് തന്ന കഴിവുകളെ ഓരോ അവസരമായി കണ്ട് കർത്താവേ, ഇത് പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതിനും നീ നൽകുന്ന ഓരോ നന്മയ്ക്കും നന്ദി അർപ്പിക്കാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രശ്മി പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രദീപ് എന്ന മകന് ജോലി കിട്ടി 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ ആക്സിഡൻറ്റ് പറ്റി വേദനയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഈ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേക നാളായി ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലിയിൽ തുടരാൻ സാധിക്കാതെ ആശുപത്രിയിലാക്കപ്പെട്ട ഈ മകനോട് നീ കരുണയായിരിക്കണമേ. ജോലിയില്ലാതെ, വരുമാന മാർഗങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ഓരോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു കുടുംബം നയിക്കാൻ ആവശ്യമായ സാമ്പത്തികം നൽകി ഇന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തടസ്സപ്പെട്ടു പോയ വരുമാന മാർഗങ്ങൾ കർത്താവെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഇന്ന് നിന്റെ സമ്പത്തിൽ നിന്നും ഞങ്ങളെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലെല്ലാം നീ ഇടപെട്ട് അത് സാധിച്ചു തരണമേ. കർത്താവേ, ജോലിക്ക് വേണ്ടി പോകുന്ന എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ജോലി സ്ഥലത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അപമാനങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും നിന്റെ മക്കളെ നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പഠിക്കുന്ന മക്കളെ ഞാൻ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. കർത്താവേ, മദ്യവും മയക്കുമരുന്നും മറ്റ് അശ്ലീലങ്ങളും പഠിപ്പിച്ച് തിന്മ വരുത്തുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും, ദുഷ്ടത പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകമായി സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നീ അവരെ കാണുന്നുവല്ലോ.
അവരിടപഴകുന്ന വ്യക്തികളെ നീ അറിയുന്നുവല്ലോ. അവർ എല്ലാ തെറ്റുകളിൽ നിന്നും തിന്മയിൽ നിന്നും ഓടിയകലാനുള്ള ദൈവിക ജ്ഞാനം നൽകി ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമേ, സംരക്ഷിക്കണമേ. നല്ലതുപോലെ പഠിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധിച്ച് പഠിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ. കുടുംബത്തിൽ നിന്ന് എല്ലാ അനാവശ്യമായ സംസാരങ്ങളും ചീത്ത വർത്തമാനങ്ങളും കലഹങ്ങളും അസൂയയും ശത്രുതാ മനോഭാവവും അഹങ്കാര മനോഭാവവും മാറ്റി എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന ബോധ്യമുണ്ടായി ഒറ്റയ്ക്ക് നിൽക്കേണ്ടവർ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കൃപ കൊടുത്ത്, ഒരുമിച്ച് നിൽക്കാനുള്ളവർ ഒരുമിച്ച് നിൽക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി, ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി, മാനസിക പരിവർത്തനം പ്രാപിക്കുന്നതിന് വേണ്ടി വളർച്ച മനോഭാവം നൽകി ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും കർത്താവേ നീ കാത്തു പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേക വർഷങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, വീടും പറമ്പും ജപ്തിയായി പോകാൻ പോകുന്ന മക്കളെ നീ കടഭാരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. വീട് പണി ആരംഭിച്ചവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഈശോയെ, ACCA എക്സാം 3 പ്രാവശ്യം എഴുതി കിട്ടാതെ 4ാമത് അറ്റംപ്റ്റ് എടുക്കുന്ന ഒരു മകനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന് വിജയം കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. നീത്ത മോൾക്കും അവളുടെ ബ്രദറിനും പൂർണ്ണ സൗഖ്യം കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഹന്ന, മന്ന, വേദ, ആര്യ എന്നീ മക്കളുടെ വിവാഹങ്ങൾ എത്രയും വേഗം നടത്തിക്കൊടുത്ത് കർത്താവേ, നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമേ. വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പല്ലുവേദനയായിരിക്കുന്ന മഞ്ജു ജേക്കബിനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും, വേദനയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും നീ പ്രത്യേകമായി രക്ഷിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. തിന്മയുടെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം യാതൊരു തിന്മയും ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ ഒരു ജീവിതം ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനും ദൈവത്തിൻ്റെ മകനും മകളുമായി പൂർണ്ണത പ്രാപിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. പ്രത്യേകമായി രോഗികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരസഹായം കൂടാതെ നടക്കാൻ സാധിക്കാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനേക വർഷങ്ങളായി കിടപ്പ് രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചവരെ സമർപ്പിക്കുന്നു. വൈദ്യ ചികിത്സ കൈവിട്ട എല്ലാ രോഗികളെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്താൻ നിനക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ആശുപത്രിയിലായിരിക്കുന്ന എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നൽകി, വിടുതൽ നൽകി, പൂർണ്ണ ആരോഗ്യം നൽകി അവരെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാം അറിയുന്ന നാഥ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ ഇന്നത്തെ ദിവസം അവരുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇന്നെല്ലാ ചടങ്ങുകളെയും ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ചടങ്ങുകൾ നടത്താൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ സമർപ്പിക്കുന്നു, വിവാഹ വാർഷികങ്ങളെ സമർപ്പിക്കുന്നു, ബർത്ത്ഡേ ആഘോഷങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവിധ നല്ല ചടങ്ങുകളെയും ഇന്ന് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.